ശരി. എന്റെ ദൈവമേ, ഇനി ദുബായ് പോലീസ് എങ്ങാനും ഇവരെ തിരക്കി ഇങ്ങോട്ട് വരൂ. എന്നെ ഒരു പോലീസും അന്വേഷിച്ചു വരത്തില്ല. പിന്നെ നീയും നിന്റെ കെട്ടിയവനും പോലീസ് പിടിയിലാവാതിരുന്നാ മതി. എടീ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ മരുമോളല്ലേ. അതുകൊണ്ട് ഞാൻ ചില ഉപദേശങ്ങൾ തന്നേക്കാം. കാര്യം നിന്റെ ഭർത്താവ് ഊളന് ലോട്ടറി അടിച്ചതുപോലെ പെട്ടെന്നൊരു മന്ത്രിയുടെ PA ആയി മാറി. ഇരന്നു തിന്നിരുന്ന നീയും അവനും ചില രാഷ്ട്രീയക്കാരെ പോലെ തുറന്നു തിന്നാനും തുടങ്ങി. ഞങ്ങൾ ആരെയും തുറന്നിട്ടൊന്നുമില്ല. ഗ്രേഡ് കൂടിയപ്പോ ആ രീതിയിൽ അങ്ങ് ജീവിച്ചു. ഇപ്പൊ ഉള്ള ഗ്രേഡേ ചീഞ്ഞ കൂഴച്ചക്ക പോലെയാ. ഏത് സമയത്തും അത് ദമ്മെന്നും പറഞ്ഞ് താഴെ വീണ് പൊട്ടിച്ചതും അത് കാക്കയും കൊത്തും. ഞാൻ പറഞ്ഞു വന്നത് നിന്റെ അഹങ്കാരം ഇമ്മിണിയൊന്നും അല്ല. അതൊരിത്തിരി കുറച്ച നിനക്ക് തന്നെ കൊള്ളാം. പ്രസിഡന്റ്, രാധമ്മ എന്താ ഇങ്ങനെ വരാൻ വൈകുന്നേ? ഇപ്പൊ വരും. ഇങ്ങനെ താമസിക്കാറുള്ള ആളല്ലല്ലോ. ദോ, രാധമ്മ വന്നല്ലോ. ഞാനിത്തിരി താമസിച്ചോ? അതൊന്നും കുഴപ്പമില്ല. അല്ല, ഇന്ന് ചീഫ് ഗസ്റ്റിനെയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ്, ഞാൻ ചീഫ് ഗസ്റ്റ് ഒന്നും അല്ല. ഇന്ന് മുതൽ ഈ അയൽക്കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം കൂടാനാ പ്ലാൻ. അപ്പൊ ഇനി ഗൾഫിലേക്ക് പോകുന്നില്ലേ? ഓ, അവിടെ ഇപ്പൊ വലിയ ചൂടല്ലേ, കൊടും ചൂട്. ഓ, പിന്നെ ഒന്ന് തണുത്തോട്ടെ എന്ന് കരുതിയാ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമുക്ക് യോഗ നടപടികൾ തുടങ്ങാം. തുടങ്ങാം. ആദ്യം ഈശ്വര പ്രാർത്ഥന. ഞാനൊരു പ്രാർത്ഥനാ ഗാനം ആലപിക്കാം. ദൈവമേ കൈതൊഴാൻ കാക്കുമാറാകണേ, പാവമാമെന്നെ നീ നോക്കുമാറാകണേ. എന്നുള്ളിൽ ഭക്തി എന്നും ഉണ്ടാകണം, നിന്നെ ഞാൻ എന്നുമേ ഓർക്കുമാറാകണം. ഇന്നത്തെ അജണ്ടയിൽ ആദ്യത്തേത് കണക്ക് വായന. സെക്രട്ടറി രാധമ്മ കണക്ക് വായിക്കും. രൂപ. യോഗം തുടങ്ങിയോ? തുടങ്ങി. കണക്ക് വായനയാ. മോളിരിക്കെ. പിന്നെ ഓണഫണ്ടിന്റെ പൈസ തരാത്തവര് അതുടനെ കണക്ക് ആദ്യം മുതൽ വായിക്കണം. മൊത്തം കള്ളക്കണക്കായിരിക്കും. കണക്ക് വായിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. രുക്മിണി മരുമോള് നേരത്തെ വരാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ? ഞാനും ശ്രീയെത്തി താമസിച്ചു പോയി. അതാ കണക്ക് ആദ്യം മുതൽ വായിക്കാൻ പറഞ്ഞത്. അതൊന്നും ഒരു ശരിയായ നടപടിയല്ല. ഒരു വഴക്ക് വേണ്ട, ഒന്നുകൂടെ വായിച്ചാ പോരെ. കണക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ വായിക്കും. പോട്ടെ, ദാരിദ്ര്യമുള്ളവരല്ലേ, എടുത്തോ. രുക്മിണിക്ക് രാധമ്മയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരിക്കും എന്ന് വെച്ച് ഇവിടെ പെരുമാറരുത്. പെരുമാറിയ നീ എന്ത് ചെയ്യൂടി? നിന്റെ ചരിത്രം ഞാനിവിടെ വിളമ്പണോ? എനിക്ക് എന്ത് ചരിത്രം അടിയുള്ളത്? നിന്റെ കെട്ടിയോനായിട്ടിരുന്ന കഷണ്ടിത്തലയും ഗോപിപിള്ളയുടെ ചരിത്രം ഞാനിവിടെ വിളമ്പണോ? വിളമ്പടി നീ. എന്താടി? എന്താ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ല. ഈ രാധമ്മയുടെ പിടിപ്പുകേടുണ്ടാ ഈ അയൽക്കൂട്ടം എങ്ങനെ അതപ്പതിച്ചു പോയത്? നിക്ഷേപങ്ങൾ എത്രയാ കുറഞ്ഞത്? ചിട്ടിക്ക് ഓണഫണ്ടിനൊക്കെ ചേരാൻ ആളുകളുണ്ടോ? ആവശ്യത്തിന് ആളുകളുണ്ടല്ലോ രുക്മിണി.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അയൽക്കൂട്ടത്തിൽ നിന്ന് ടൂറ് പോയിട്ട് എത്ര നാളായി? കഴിഞ്ഞ മാസമല്ലേ മൂന്നാറിലെ ടൂറ് പോയത്. ആ, അതൊന്നും പോരാ, ആഴ്ചയിൽ പോണം. രുക്മിണിക്ക് എപ്പോഴും ടൂറ് പോണെങ്കിലേ രുക്മിണിക്ക് ഒറ്റയ്ക്ക് പോക്കൂടെ? ആഹാ, ഒറ്റയ്ക്ക് പോവാനാണെങ്കിൽ ഈ അയൽക്കൂട്ടം സംഘടനയൊക്കെ എന്തിനാ? ആ, ഇതൊക്കെ സെക്രട്ടറിയുടെ പിടിപ്പുകേടാ. നിങ്ങൾ ഇങ്ങനെ കച്ചട പെണ്ണുങ്ങളെ പോലെ കാക്രി പൂക്രി ബഹളം വയ്ക്കാതെ ഞാൻ ചില ഭരണപരിഷ്കാരങ്ങൾ പറയാം. അത് കേട്ടാൽ ഈ അയൽക്കൂട്ടത്തിന്റെ ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഓ, ഇതങ്ങ് മുടിഞ്ഞു കിട്ടിയാ മതി. ഇതിന് ഭരണപരിഷ്കാരത്തിന്റെ ഒരു കുറവേ ഉള്ളൂ. ആ, എന്തായാലും കേക്കട്ടെ. നിങ്ങൾ ഈ കടലമുറുക്ക്, പപ്പടവട, തക്കാളി മുറുക്ക്, മിച്ചറ് ഇങ്ങനെയുള്ള പൊരി സാധനങ്ങളുടെ കച്ചവടം നിർത്തിയിട്ട് പിസ്ത, ബദാം, കിവി, അവക്കാട തുടങ്ങിയ ഗൾഫ് സാധനങ്ങളുടെ ബിസിനസ് തുടങ്ങ്. ഇതൊക്കെ വലിയ ലാഭത്തിന് ഞാൻ ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്തു തരാം. ഗൾഫ് രാജാക്കന്മാര് ഇവരുടെ അമ്മാവിന്റെ മക്കളല്ലേ, ഒന്ന് പോതല്ലേ. അമ്മ വാ, നമുക്ക് പോവാം. നീ അവിടെ ഇരിക്ക. ഒരു കാര്യം അയൽക്കൂട്ടം മുമ്പാകെ പറയാനുണ്ട്. ഇതുപോലെ പ്രായമുള്ള ഒരു സെക്രട്ടറി സ്ഥാനത്ത് നിർത്തിയാലേ ഒരു കാര്യം നടക്കത്തില്ല. നല്ല ചുറുചുറുക്കുള്ള പെമ്പിള്ളേരെ നിർത്തണം. അതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ചുറുചുറുക്കുള്ള പെമ്പിള്ളേരെവിടെ? അതിനല്ലേ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ മരുമകൾ ശ്രീലക്ഷ്മിയെ. ഓ, ശ്രീലക്ഷ്മി സെക്രട്ടറി ആക്കുന്നതില് എത്ര പേര് അനുകൂലമാണ്? ഞങ്ങൾക്ക് ഒരു വിരോധമില്ല.